ഇതാണേ ഇതാ എടുത്തത് അതാ ഇതാന്ന് വീട്, ഇതാന്ന് ബൂത്ത്. അപ്പുറം ഒരു കയ്യാലിൻ്റെ അപ്പുറം. ഇത് കാലങ്ങളായിട്ട് കാണുന്നതാണ്. വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത് 18ാമത്തെ വയസ്സിൽ. അപ്പോൾ അതുവരെ നമ്മൾ കണ്ട് നമ്മളെ വീട്ടിന് മുമ്പിൽ ഇലക്ഷൻ. അപ്പോൾ ഇത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ഒരു രാജ്യം, ജനാധിപത്യ രാജ്യം. ആ രാജ്യത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം വോട്ട് ചെയ്തു സന്തോഷമാണ്. എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവരാണ്. എൻ്റെ വാർഡ് 6ാം വാർഡ്. 6ാം വാർഡിലൊരു പ്രത്യേകത പറഞ്ഞാൽ ആദ്യമായിട്ട് BJP സ്ഥാനാർത്ഥി ഉണ്ട് എന്നാണ്. അല്ലേ, ഇതൊരു ചരിത്രം. അത് അല്ലേ കേട്ടാ, ചരിത്രം. ഇല്ല, ഇതുവരെ ഉണ്ടായില്ല. ആദ്യമായിട്ട് അങ്ങനെ നമ്മളെ വാർഡിൽ ഉണ്ടാവണം. ആയിക്കോട്ടെ, എല്ലാ സ്ഥാനാർത്ഥി ഉണ്ടായിക്കോട്ടെ, അതിലൊന്നും തെറ്റില്ല. എല്ലാ പാർട്ടിക്കാരും ഉണ്ടാവണം. നല്ലത് ചെയ്താൽ മതി, അത്രയല്ലോ ആഗ്രഹം. എല്ലാ നല്ല കാര്യങ്ങളാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം നമ്മുടെ ഇലക്ഷൻ വിജയിച്ചിട്ട് ഒറ്റ കാര്യം എനിക്ക് പറയാമല്ലോ. ഇപ്പം നമ്മൾ ഒരു മെമ്പർ വിജയിച്ചു കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വേണ്ടി നിൽക്കുന്നതാണെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അത് ആടില്ല, എല്ലാ വാർഡിന് വേണ്ടിയിട്ടാവണം വികസനം നടത്തേണ്ടതെന്ന് ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അങ്ങനെ ആണ് സംഭവം. അല്ലാണ്ട് അവർക്ക് വേണ്ടി മാത്രമോ അല്ല ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമോ ചെയ്യരുത്. അതെല്ലാവർക്കും വേണ്ടി ചെയ്യണം. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്, ആ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാർക്ക് അതിൽ പൊളിറ്റിക്സ് നോക്കരുത്. അന്നേരം ജയിപ്പിക്കുന്നത് നോക്കണ്ട. അത് ഒരാളെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ജയിപ്പിക്കും. അല്ലെങ്കിൽ ഒരു പാർട്ടി, പല പാർട്ടികളുണ്ട്, അതിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷേ വികസനം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങളും കാണാതെ അവരെ എല്ലാ സഹായ സഹകരണവും ചെയ്യണം എന്നാണ് എനിക്ക് എൻ്റെ എളിയ അഭ്യർത്ഥന പറയാനുള്ളത്. അത് ഞാൻ ഷൂട്ടിംഗ് ആയിരുന്നു, ഇന്നലെ വരെ ഷൂട്ടിംഗ് ആയിരുന്നു. ഒരു വലിയ സിനിമ ചെയ്യുന്നുണ്ട്, പിന്നെ ചാനലിലെ പരിപാടി ചെയ്യുന്നുണ്ട്. പിന്നെ ഇലക്ഷനല്ലേ, ലോകത്ത് എവിടെ ഉണ്ടെങ്കിൽ ഓടി വരും. അത് നമുക്കിതാ എപ്പോഴും ചെയ്യാൻ പറ്റും. കൊല്ലത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ലോ അത്. ഇടയ്ക്കല്ലേ നമുക്ക് തോന്നുമ്പോൾ നമുക്ക് വന്ന് വരാം എന്ന് പറയാൻ പറ്റില്ലോ. അപ്പം ഇലക്ഷന് വേണം, നമ്മളെ അവകാശമാണ്. അവകാശം ചെയ്യാൻ വന്നത്, അത് ഭയങ്കര സന്തോഷമാണ് ഈ ദിവസം. അതായത് നല്ലത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പൊ നല്ലത് ചെയ്തവർക്കാണോ ഇത്തവണത്തെ വോട്ട്? തീർച്ചയായും അതെ കറക്റ്റാ. അത് അങ്ങനെ ഞാൻ കൊടുത്തത്. എനിക്ക് തോന്നുമല്ലോ വികസനം. തീർച്ചയായും വികസനമുണ്ട്. വികസനത്തിൻ്റെ ശക്തമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, അതിലൊന്നും ഒരു സംശയമില്ല. അപ്പം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ വോട്ട് കൊടുത്തത്. സാറേ